ഹലോ ഫ്രണ്ട്സ്, ഇതാണ് മെമ്പർഷിപ്പ് ലൈവ് എന്നൊക്കെ പറയില്ലേ, അതാണ് ഈ സംഭവം. എന്ന് വെച്ചാൽ ഇവരുടെ മെമ്പർഷിപ്പ് എടുത്തിട്ട് നമ്മൾ ലൈവ് കാണാൻ പോയി കഴിഞ്ഞാൽ ഇവർ സകലമായ സംഭവങ്ങൾ കാണിച്ചു തരും. ഇവർക്ക് എന്തൊക്കെ കാണിക്കാനുണ്ടോ അതൊക്കെ കാണിച്ചു തരും ഈ ഒരു ലൈവ് മെമ്പർഷിപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ ഈ ഒരു സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമുക്ക് ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോമാണ് അത്. പക്ഷെ നമ്മൾ നന്നായിട്ട് എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് അല്ലേ. നമുക്കിപ്പോൾ എന്തൊരു കാര്യമായാലും നമ്മുടെ വീട്ടിലിരുന്നിട്ട് തന്നെ നമ്മുടെ ഒരു മൊബൈൽ ഫോണിൽ നമുക്ക് ലോകത്തുള്ള എല്ലാ ഭാഗത്തുള്ള കാര്യങ്ങൾ അറിയാനും എന്തിനെക്കുറിച്ച് തന്നെ പഠിക്കാനായാലും എന്തൊരു ഡൗട്ട് ക്ലിയർ ചെയ്യാനും ഒക്കെ നമുക്ക് ഈ ഒരു മൊബൈൽ അല്ലെങ്കിൽ ഒരു യൂട്യൂബ് എന്നുള്ള ഒരു പ്ലാറ്റ്ഫോം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നതാണ്. യൂട്യൂബ് എന്ന് മാത്രമല്ല, എന്തായാലും ഫേസ്ബുക്ക് ആയാലും ഇൻസ്റ്റ ആയാലും അല്ലേ, നമുക്കെല്ലാം നല്ലൊരു ഉപകാരപ്രദമായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ്. പക്ഷേ ഇത്തരത്തിലുള്ള എന്താ പറയുക, കുറച്ച് സ്ത്രീകൾ മാത്രം അത് വളരെ മോശ രീതിയിൽ ഉപയോഗിച്ചിട്ട് നമ്മുടെ വരും തലമുറയെ തന്നെയാണ് അവർ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഇവരുടെ ഒരു ലൈവ് മെമ്പർഷിപ്പ് എന്ന് പറയുമ്പോൾ അതിൽ നമുക്കിപ്പോൾ ആരൊക്കെയാണ് അതിൽ ലൈവ് എടുക്കുന്നതെന്ന് നമുക്ക് ആർക്കും തന്നെ പറയാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മുടെ വീട്ടിലെ ആളുകൾ വരെ ഉണ്ടായിരിക്കും, നമ്മൾ അറിയുന്ന ആളുകൾ അല്ലേ, എന്താ പറയുക, നമ്മുടെ കൊച്ചു മക്കൾ വരെ. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഈ ഒരു മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കുട്ടികൾ വരെ ഫോൺ ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. അപ്പോൾ ഈ ചെറിയ കുട്ടികൾ വരെ ഇങ്ങനെ ഫോണിൽ വീഡിയോസ് കാണുന്നതാണ്. അപ്പോൾ അതിനിടയിലായിരിക്കും ചിലപ്പോൾ ഇവരുടെയൊക്കെ ലൈവ് കയറി വരുന്നത്. അപ്പോൾ കുട്ടികൾക്ക് എന്താണ് ഇത് സംഭവം എന്നറിയില്ല, ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് കുട്ടികളിത് കയറി കാണും. പിന്നെ എങ്ങനെയെങ്കിലൊക്കെ ചില കുട്ടികൾ, ഇപ്പോഴത്തെ ഒരു കാലഘട്ടമാണ്, നമുക്കറിയാം ഈ ഫ്രണ്ട്സും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളും ഏതാണെന്നൊക്കെ അറിയാനുള്ള ഒരു ഇത് കാരണം കുട്ടികൾ വരെ ഇവരുടെ ഒക്കെ വലയിൽ പോയി പെടുന്നുണ്ട്. അത് തന്നെയാണ് നമുക്ക് ഏറ്റവും വലിയൊരു വേദന എന്ന് പറയുന്നത്. ഇവരുടെ വീഡിയോസ് വലിയ വലിയ ആളുകൾ അവരുടെ താല്പര്യപ്രകാരം പ്രായമായ ആളുകളൊക്കെ കാണുന്നുണ്ടായിരിക്കും. എനിവേ അത് അവരുടെ ഒരു ഇഷ്ടമാണ്, അത് കാണുന്നതും കാണാത്തതും അവരുടെ ഇഷ്ടമാണ്, അതിലൊന്നും നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ചെറിയ കുട്ടികളെ, നമ്മുടെ വരുന്ന തലമുറയെ ഇത്തരത്തിലുള്ള സ്ത്രീകൾക്ക് നശിപ്പിക്കാൻ ഒരിക്കലും നമ്മൾ വിട്ടുകൊടുക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മുടെ മക്കൾ നാളെ ഭാവിയിലേക്ക് വളർന്നു വരികയാണ്. അപ്പോൾ അവർ ഇവരുടെ വീഡിയോസ് ഒന്നും കണ്ടിട്ട് ഒരിക്കലും വഴി തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ ശ്രമിക്കണം. കാരണം ഇത്തരത്തിലുള്ള വീഡിയോ ചെയ്യുന്നത് വളരെയധികം കൂടിക്കൂടി വരികയാണ്. ഒന്നും രണ്ട് സ്ത്രീകളല്ല, ഒരുപാട് സ്ത്രീകൾ, ഇവർ മാത്രമല്ല, ഒരുപാട് മോശ രീതിയിൽ ഇതുപോലെ മെമ്പർഷിപ്പിൽ ലൈവ് പോകുന്ന കുറേ സ്ത്രീകളുണ്ട്. അപ്പോൾ അവരൊക്കെ ഒതുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഓരോരുത്തരും വിചാരിക്കണം. കാരണം നമ്മുടെ മക്കളുടെ ഭാവി കൂടിയാണ് ഇതിലൊക്കെ പെടുന്നത്. അപ്പം നമ്മൾ തന്നെ അതിനെതിരെ പ്രതികരിച്ചാലാണ് ഇത് പെട്ടെന്ന് ഇപ്പോൾ ഒരാൾ വന്ന് പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും ഇത് സ്റ്റോപ്പ് ആവില്ല എന്ന് എനിക്കറിയാം. പക്ഷെ നമ്മൾ ഓരോരുത്തരായി പ്രതികരിച്ച് വന്നാലാണ് എന്തൊരു കാര്യമായാലും അല്ലേ, നമ്മൾ കുറേശ്ശെ ശ്രമിച്ചു കഴിഞ്ഞാലാണ് എന്തൊരു കാര്യമായാലും അതിൻ്റെ ആ ഒരു പൂർണ്ണതയിലേക്ക് എത്തുള്ളൂ. അപ്പം നമ്മുടെ കുട്ടികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യുന്ന ആളുകളെ തീർച്ചയായിട്ടും സ്റ്റോപ്പ് ചെയ്യിപ്പിക്കുക തന്നെ വേണം. അതിന് നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം. ഇത്തരത്തിലുള്ള ആളുകളുടെ വീഡിയോ ഒന്നും ഒരിക്കലും ആരും കണ്ട് സപ്പോർട്ട് ചെയ്യാതിരിക്കുക. കാണാൻ ആളുകളുള്ളത് കൊണ്ടാണ് ഇവർ വീണ്ടും വീഡിയോ ഇടുന്നത്. ഇത്തരത്തിൽ ലൈവ് വീഡിയോ ചെയ്യുന്ന ഒരു ആൾ തന്നെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ വീഡിയോ കാണാൻ ആളുകൾ ഉള്ളതുകൊണ്ടാണ് അവർ വീഡിയോ ഇടുന്നത്, അല്ലെങ്കിൽ അവർ ലൈവ് പോകുന്നത്. അവർ വീഡിയോ കാണാൻ ആളുകളില്ലെങ്കിൽ, അവർ ലൈവ് കാണാൻ ആളുകളില്ലെങ്കിൽ അവരൊരിക്കലും വീഡിയോ ഇടില്ല. അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ തന്നെയാണ് അല്ലേ. അപ്പോൾ നമ്മളെ ഇടയിലുള്ള പല ആളുകളാണ് അവരെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങൾ ദയവ് ചെയ്ത് അവസാനിപ്പിക്കുക. കാരണം നമ്മുടെ കുട്ടികൾ നാളെ ആ ഒരു ചതിയിലായിരിക്കും പോയി പെടുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോ നിങ്ങളുടെ ഫോണിൽ കണ്ടുവെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വീണ്ടും വരും. അപ്പം നിങ്ങളുടെ കുട്ടികളോ ഫാമിലിയിലുള്ള ആരെങ്കിലുമൊക്കെ ഫാമിലി മെമ്പേഴ്സൊക്കെ നിങ്ങളുടെ ആ ഒരു വീഡിയോ ഫോൺ ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള വീഡിയോസൊക്കെ ആ ഒരു ഫോണിലേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ തന്നെ നിങ്ങളുടെ കുട്ടികളുടെ ഭാവി ഇല്ലാണ്ടാക്കരുത്. നമ്മൾ ശ്രദ്ധിച്ചാലാണ് നമ്മുടെ മക്കളെയും നമുക്ക് ആ ഒരു സേഫായിട്ടുള്ള ഒരു സ്റ്റേജിൽ നമുക്ക് വളർത്തിക്കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള സ്ത്രീകളുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യുന്നവരാണ് ഏറ്റവും വലിയൊരു എന്താ പറയുക, അവരുടെ ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് അല്ലേ. അവരുടെ വീഡിയോ കാണാൻ ആളുകൾ ഉള്ളതുകൊണ്ടാണ് തീർച്ചയായിട്ടും അവർ വീഡിയോ ഇടുന്നതും ഇത്തരത്തിലുള്ള വീഡിയോ ചെയ്യുന്നതും ഒരു എന്താ പറയുക മെമ്പർഷിപ്പും കാര്യങ്ങളൊക്കെ ആളുകളെ കൊണ്ട് എടുപ്പിക്കുന്നതും. ഈ ഒരു മെമ്പർഷിപ്പിൽ എത്ര കുട്ടികൾ പോയി പെട്ടിട്ടുണ്ടെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ ഒരു കാലഘട്ടമാണ്. കുട്ടികളൊക്കെ വീട്ടിൽ നിന്ന് ഇതൊക്കെ പറഞ്ഞിട്ട് പല കാര്യത്തിൻ്റെ പേരിൽ പറഞ്ഞിട്ട് പൈസയും കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. എല്ലാ മാതാപിതാക്കളും കുട്ടികളെ പൂർണ്ണമായിട്ട് ശ്രദ്ധിച്ചോളുന്നില്ല. അവരുടെ ജോലി തിരക്കും കാര്യമൊക്കെ ആയിട്ട് സ്കൂളിൽ ഇന്ന ഫീസ് വേണം, ആ ഫീസ് വേണം എന്നൊക്കെ പറയുമ്പോൾ പലരും പൈസ എടുത്ത് കൊടുക്കാറാണ്. അതിൻ്റെ ഒരു ഉറവിടം എന്താണ്, അല്ലെങ്കിൽ എവിടേക്കാണ് ആ പൈസ പോകുന്നത് എന്ന് ആരും തന്നെ അധികം അന്വേഷിക്കാറില്ല. അപ്പോൾ ആ കുട്ടികൾ എന്താണ് അതുകൊണ്ട് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല. പല കുട്ടികളും ഇത്തരത്തിലുള്ള സ്ത്രീകളുടെ കെണിയിൽ പോയി ചാടിയിട്ടുണ്ടാവും, അത് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ ചെറിയ കുട്ടികൾക്കായാലും പോലും മെമ്പർഷിപ്പ് എടുത്തിട്ട് കാണാൻ തോന്നണം. അവരുടെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഏത് പ്രായക്കാർക്കും കാണാമെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. അപ്പോൾ ഇവരുടെ ഒരു
അവസാനിപ്പിക്കണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ മാതാപിതാക്കൾ തന്നെ കുട്ടികളെ സൂക്ഷിക്കുക. ഇത്തരത്തിലുള്ള വീഡിയോസൊന്നും ആരും കണ്ട് സപ്പോർട്ട് ചെയ്യാതിരിക്കുക. അവരെ എന്താ പറയുക, അവരുടെ ആ ഒരു ഇത് ഇല്ലാണ്ടാവുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ട് അവർ വീഡിയോസ് ഇടൽ നിർത്തും. അവരുടെ ഒരു ശക്തി എന്ന് പറയുന്നത് അവരുടെ വ്യൂവേഴ്സ് തന്നെയാണ്. അത് സ്വാഭാവികമായിട്ട് നശിച്ചു പോകണം, അല്ലെങ്കിൽ അത് കുറഞ്ഞു പോകണം, എങ്കിൽ തന്നെ അവർ ഇത്തരത്തിലുള്ള വീഡിയോസ് നിർത്തുള്ളൂ. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോസുമായിട്ട് അവരിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ഇത്തരത്തിലുള്ള ആളുകൾ വീഡിയോ ശ്രദ്ധിച്ചാൽ നമുക്ക് ഭയങ്കര വ്യൂവേഴ്സ് ആയിരിക്കും ഇവർക്ക്. എന്താ വെച്ചാൽ ലക്ഷക്കണക്കിന് വ്യൂസ് ഉണ്ടാവും. ഇവർ വീഡിയോ ഇടുമ്പോൾ തന്നെ വളരെ കുറഞ്ഞ ടൈമിൽ തന്നെ അത് പെട്ടെന്ന് തന്നെ റീച്ച് ആയിട്ടുണ്ടാവും. കാരണം അത് അവരുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അവരുടെ ഒരു വ്യൂവേഴ്സിൻ്റെ ഒരു ഇത് എന്താ പറയുക, അവർ വീഡിയോ കാണാനുള്ള ഒരു ആകാംക്ഷ കൊണ്ട് തന്നെയാണ്. അപ്പോൾ അത് തന്നെയാണ് അവരുടെ ഒരു ശക്തി. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഇത്തരത്തിലുള്ള വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ തീർച്ചയായിട്ടും അതൊന്ന് അവസാനിപ്പിക്കുക. കാരണം നിങ്ങളുടെ കുട്ടികളുടെ ഭാവി കൂടി നിങ്ങൾ പോലും അറിയാതെ അതിലൊരു പക്ഷേ പെട്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ കുട്ടികളെ ശ്രദ്ധിക്കുക. ഇത്തരത്തിൽ മോശമായിട്ടുള്ള വീഡിയോ ചെയ്യുന്നവരെ എന്താ പറയുക, നമ്മൾ അവസാനിപ്പിക്കുക. എങ്ങനെയെങ്കിലും നമ്മുടെ കുട്ടികളെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള വീഡിയോസ് നമ്മൾ തന്നെ അവസാനിപ്പിക്കണം.